എനിക്കിവിടെ നിന്ന് പോയപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. എനിക്കൊരു മെഷീനും ഒരു 3 രൂപയുടെ നൂലും ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 500 വരെ ഞാൻ ഏൺ ചെയ്യുമായിരുന്നു. എൻ്റേതായിട്ടുള്ള ആവശ്യങ്ങൾക്കുള്ള പൈസ എനിക്ക് സ്വന്തമായിട്ട്. അപ്പം കമ്മലും മലയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മാന്യമായ ഏത് തൊഴിലും ചെയ്ത് ജീവിക്കാൻ അവർക്കൊരു സെൽഫ് എസ്റ്റീം ഉണ്ടാക്കുക, അതിന് അവരെ പ്രാപ്തരാക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. അവർ ഹാപ്പിയാണ്. തലസ്ഥാന നഗരിയുടെ ഇരമ്പലുകളിൽ നിന്നും മാറി ശ്രീചിത്ര ഹോമിന്റെ തണലിൽ നൂലിഴകളാൽ അന്തസ്സുള്ള ജീവിതം തുന്നിയെടുക്കുകയാണ് പ്രാപ്തി. പ്രാപ്തി എന്ന് പറഞ്ഞാൽ ശരിക്കും ഞങ്ങളുടെ ഒരു പ്രസ്റ്റീജ് ഒരു അതായിട്ട് തന്നെ ഞാൻ കണക്കാക്കും. കാര്യം ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഈ കുട്ടികളെ ഒരു സെൽഫ് സസ്റ്റൈനബിൾ ആക്കുക എന്ന്. അതിൻ്റെ ഒരു ആദ്യ ചുവടുവയ്പ്പെന്ന് പറയാം. അപ്പോൾ അവർക്ക് ഭാവിയിൽ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും ഒരു സേവിങ്സ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൽഫ് എസ്റ്റീം ഉയർത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് പ്രാപ്തി എന്ന ആശയം മുന്നോട്ട് വച്ചിട്ടുള്ളത്. പേര് പോലെ തന്നെ സ്വയം പ്രാപ്തരാകുകയെന്ന ലക്ഷ്യം തന്നെയാണ് പ്രാപ്തിയിലൂടെ നേടിയെടുക്കുന്നത്. 4 ചുമരുകൾക്കിടയിൽ നിന്നാണ് പ്രാപ്തി ശ്രീചിത്ര ഹോമിന്റെ വാതിൽ നഗരമധ്യത്തിലേക്ക് തുറന്നിട്ടിരിക്കുന്നത്. അതെ, പ്രാപ്തി അതിരുകളില്ലാത്ത സാധ്യതയാണ്. എനിക്കിവിടെ നിന്ന് പോയപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. എനിക്കൊരു മെഷീനും ഒരു 3 രൂപയുടെ നൂലും ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 500 വരെ ഞാൻ ഏൺ ചെയ്യുമായിരുന്നു. എൻ്റെ വീട്ടിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ ഞാനത് ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്തില്ല. എനിക്ക് ആരുടെ കൈനീട്ടേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടില്ല ഇതുവരെയും. ഈ തയ്യലാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോയത്. ഞങ്ങൾക്ക് 165 കൂടുതൽ ഇൻമേറ്റ്സ് ഉണ്ട് ഇവിടെ. അവരുടെ എല്ലാവരുടെയും യൂണിഫോം ഞങ്ങൾ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുവരെയും നമ്മൾ ഒരു യൂണിഫോം പോലും പുറത്തു കൊടുത്ത് സ്റ്റിച്ച് ചെയ്തില്ല. പാൻ്റായാലും ഷർട്ടായാലും കുട്ടികളുടെ NCC ഡ്രസ്സായാലും എല്ലാം ഞാനും നമ്മുടെ കുട്ടികളും കൂടെയാണ് ചെയ്യണത്. അതിൽ നിന്നും ഒരു വരുമാനം നമ്മൾ അവർക്ക് കൊടുക്കാറുണ്ട്. തിരുവനന്തപുരം ഭാഗത്തിൻ്റെ സെൻട്രലിലാണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. എന്നാൽ ഇവിടെയൊക്കെ ഏകദേശം എല്ലാ സ്റ്റിച്ചിങ് സെൻറ്ററിലും ഏകദേശം സ്റ്റിച്ചിങ് ചാർജ് കൂടുതലാണ്. നമുക്കൊരു ബ്ലൗസ് സ്റ്റാർട്ടിങ് വരുന്നത് 250 ആണ്. വെളിയിലത്തെ തുണിയൊക്കെ തയ്ക്കാൻ കിട്ടിയപ്പം ഇച്ചിരി കൂടി സ്റ്റിച്ചിങ് ചെയ്യാൻ പഠിച്ച് സ്വന്തമായിട്ട് ടോപ്പൊക്കെ തയ്ക്കാൻ അറിയാം. പിന്നെ പാൻറ്റും അതൊക്കെ തയ്ക്കാൻ അറിയാം. പിന്നെ ഇത് സ്കൂളിൽ നിന്ന് തയ്ച്ചെടുക്കും പൈസ കിട്ടും. നമ്മുടെ സ്കൂളിലെ പിള്ളേർക്ക് തയ്ച്ചെടുക്കും. എൻ്റേതായിട്ടുള്ള ആവശ്യങ്ങൾക്കുള്ള പൈസ എനിക്ക് സ്വന്തമായിട്ട് കിട്ടും. അപ്പം കമ്മലും മലയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ കീഴിലായതിനു ശേഷം മിനിസ്റ്റർ പ്രത്യേക താല്പര്യം എടുക്കുന്നുണ്ട്. അപ്പം കുട്ടികളുടെ കാര്യത്തിലായാലും നമുക്ക് ഓണത്തിനൊക്കെ മിനിസ്റ്റർ നേരിട്ട് വന്ന് കുട്ടികൾക്ക് പിന്നെ പല സ്ഥാപനങ്ങൾ വഴിയൊക്കെ ഓണക്കോടിയൊക്കെ ഇഷ്യൂ ചെയ്യാനുള്ള അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. കുട്ടികളുമായി സമയം ചെലവഴിക്കാറുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പാർശ്വവൽക്കരിച്ച് നിർത്താതെ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് എനിക്കും അതാണ് താല്പര്യം. കാര്യം നമ്മുടെ കുട്ടികൾ, നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങൾ, അവർ ജീവിതത്തിൽ കുറേ കഷ്ടപ്പാടുകൾ അനുഭവിച്ച കുട്ടികളുമുണ്ട്. അപ്പോൾ അതൊക്കെ മറന്നിട്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക്, അവരുടെ ഒരു പ്രത്യാശയുടെ ജീവിതത്തിലേക്ക്. സാഹചര്യങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ട ജീവിത തുരുത്തിൽ നിന്നും ശ്രീചിത്ര ഹോമും സർക്കാരും പെൺകുട്ടികളെ സനാഥരാക്കുക മാത്രമല്ല, തൻ്റെ ഇടത്തോടെ ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള വഴി കൂടി ഭാവിയിലേക്ക് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് പ്രാപ്തി.